മുൻ DGP ആർ ശ്രീലേഖയ്ക്കെതിരെ അതിജീവിതയായ നടി ഹർജി ദിലീപിനെതിരെ തെളിവില്ലെന്ന പ്രസ്താവനയ്ക്കെതിരെ വിചാരണ കോടതിയിൽ കോടതിയലക്ഷ്യ ഹർജി നൽകി. നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം ഇന്ന് ആരംഭിക്കും. കോൺഗ്രസിൽ പ്രശ്നങ്ങളില്ലെന്ന് VD സതീശൻ. നേതൃമാറ്റ ചർച്ചകളൊന്നും നടക്കുന്നില്ല. ചെറുപ്പക്കാരുടെ അഭിപ്രായം ഗൗരവമായി കേൾക്കുമെന്നും പ്രതിപക്ഷ നേതാവ്. കൂടുതൽ നേതാക്കൾ സതീശനെതിരെ രംഗത്തു വരുന്നതായി റിപ്പോർട്ട്. മാടായി കോളേജ് നിയമന വിവാദം രമ്യമായി പരിഹരിക്കുമെന്നും സതീശൻ. DCC അധ്യക്ഷനും നടപടി നേരിട്ടവരും പ്രതിപക്ഷ നേതാവിനെ കണ്ടു. പിണറായിയിൽ ആക്രമിക്കപ്പെട്ട കോൺഗ്രസ് ഓഫീസിലെത്തി സതീശൻ. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കും. ഇരുപക്ഷങ്ങളും സഭ തടസ്സപ്പെടുത്തുന്ന അസാധാരണമായ സാഹചര്യം തുടരും. അദാനി വിഷയം വിടാതെ കോൺഗ്രസ്. ജോർജ് സോറസുമായി കോൺഗ്രസ് നേതാക്കളുടെ ബന്ധം ഭരണപക്ഷം ഇന്നും ഉയർത്തും. സിറിയയിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നു. 75 പേരെ ലെബനനിലെത്തിച്ചു. ലെബനിൽ നിന്ന് വിമാനമാർഗം നാട്ടിലെത്തിക്കും. നടപടി ഇസ്രായേൽ ആക്രമണം ശക്തമായ സാഹചര്യത്തിൽ. ഇറാനെ സഹായിക്കരുതെന്ന് സിറിയൻ സർക്കാരിന് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. സമസ്തയിലെ ഭിന്നതയ്ക്കിടെ പണ്ഡിത സഭ മുഷാവറ യോഗം ഇന്ന്. ലീഗ് അനുകൂലികളും വിരുദ്ധരും തമ്മിലുള്ള തർക്കപരിഹാരത്തിന് ശ്രമമുണ്ടാകും. ലീഗ് ഹൗസിന് മുന്നിൽ പോസ്റ്റർ. മുനമ്പത്തെ ഭൂമി വഖഫല്ലെന്ന് പറയാൻ VD സതീശനെ ചുമതലപ്പെടുത്തിയ നേതാവിനെ പുറത്താക്കണമെന്നാവശ്യം. കോഴിക്കോട് റീൽസ് അപകടത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. അപകടമുണ്ടാക്കിയത് ബെൻസുകാർ. വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലെന്നും സ്ഥിരീകരണം. മരിച്ച ആൽവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. 30 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം അല്പസമയത്തിനകം. തച്ചമ്പാറ ചാലുശ്ശേരി പഞ്ചായത്ത് ഭരണത്തിൽ നിർണായകം. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് ഡിവിഷനിലെ ഫലവും ഇന്ന്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ 13ാം മത്സരം ഇന്ന്. ഗുഗേഷിനും ഡിംഗ്ലിറനും നിർണായക പോരാട്ടം. മത്സരം ഉച്ചയ്ക്ക് 2:30.